UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രിയാക്കണം. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലീഡറാണ്. ഭരണരംഗത്ത് പല അത്ഭുതങ്ങളും അദ്ദേഹം കാഴ്ചവെക്കാൻ ഇടയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിറ്റായ സ്ലാക്കും അദ്ദേഹത്തിൻ്റെ നടത്തയും എല്ലാം വളരെ ആകർഷണീയമായ ഒന്നാണ്. അപ്പോൾ ഒരു സാങ്കേതിക പ്രശ്നം വരാം, അദ്ദേഹം ഇവിടുത്തെ വോട്ടറല്ലല്ലോ, MLA അല്ലല്ലോ എന്നൊക്കെ. അത് പ്രശ്നമില്ല, അദ്ദേഹം ഒരു കാലത്ത് നമ്മുടെ MP ആയിരുന്നല്ലോ. ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ടറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക. മുഖ്യമന്ത്രിയായി 6 മാസത്തിന് ശേഷം മതിയല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കേണ്ടത്. ആ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് MLA ആയി വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കാം. കോൺഗ്രസിലെ ഒരു MLA രാജിവെപ്പിച്ച് നിസ്സാരമായി ആ കാര്യം നേടിയെടുക്കാനും സാധിക്കും. ഇദ്ദേഹമാണ് നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എങ്കിൽ കോൺഗ്രസിനകത്തുള്ള മുഖ്യമന്ത്രി പദം കൊതിച്ച് നടന്ന് അടിപിടി കൂടുന്ന ആ ആൾക്കാരെയൊക്കെ പിന്തിരിപ്പിക്കാൻ സാധിക്കും. മാത്രവുമല്ല, മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ലീഗിൻ്റെ ആവശ്യത്തെയും നിരാകരിച്ചുകൊണ്ട് അവരെയും നിശബ്ദരാക്കാൻ സാധിക്കും. അങ്ങനെ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ചോദ്യത്തിനെക്കുറിച്ച് വ്യക്തമായൊരു ഉത്തരമാവും. അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായ ഭിന്നതയില്ലാതാകും. കേരളത്തിലെ ഒരു നല്ല ഭരണം അദ്ദേഹം കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാമല്ലോ. ഏതെങ്കിലും കാരണവശാൽ UPAക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ പ്രധാനമന്ത്രിയാകേണ്ടത് ഇദ്ദേഹമല്ലേ? അവരുടെയൊക്കെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ഇദ്ദേഹമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഭരണ പരിചയം വേണ്ടേ? അങ്ങനെയാകുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഭരിച്ചു പരിചയം സമ്പന്നനായി അങ്ങനെ എല്ലാ അറിവുകളും നേടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വിരാജിക്കുമ്പോൾ നമുക്ക് അഭിമാനപൂർവ്വം പറയാം, രാഹുൽ ഗാന്ധി ഭരിക്കാൻ പഠിച്ചത് കേരളത്തിൽ നിന്നാണ് എന്ന്.